പ്രിയ വിദ്യാർത്ഥികളെ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന ചാപ്റ്ററിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന ടോപ്പിക്കിലെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതുമാണ്. അപ്പോൾ അതിൽ വരുന്ന സാധാരണ രീതിയിൽ വരുന്ന 2-3 പ്രോബ്ലംസാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾ നേരത്തെ ഞാൻ ക്വസ്റ്റ്യൻ തന്നിരുന്നു, നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്കതിൽ ചില സംശയങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിജയ് കമൻസ്ഡ് ബിസിനസ് ഫോർ എ ഫുഡ് ഗ്രെയിൻസ് മെർച്ചൻറ്റ് ഓൺ 1st April 2019 വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹4 lakh. ഓൺ ദ സെയിം ഡേ ഹി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹80,000. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഒബ്റ്റൈൻഡ് ഫ്രം ഹിസ് ബുക്സ് വിച്ച് ഡു നോട്ട് കൺഫേം ടു ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ്, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020 ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓൺ ദാറ്റ് ഡേറ്റ്. Sales including cash sales 2 lakh, total amount 5 lakh. Purchase including cash price 1,20,000, total amount 4 lakh. Vijay's drawings in cash 40,000. Salaries to staff 48,000. Bad debt written off 4,000. Trade expense paid 16,000. Vijay used to goods of ₹12,000 for private purpose, that is drawings, during the year 31st March 2020. His debtors amount to ₹1,40,000 and creditors amount to ₹80,000. Stock in trade, that is closing stock, amounted to ₹1,60,000. Okay, that's all the question. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതായത് വിജയ് കമൻസ്ഡ് ബിസിനസ്സിൻ്റെ ആണ്. വിജയ്സ് കമൻസ്ഡ് ബിസിനസ് 1st April 2020 പുതിയൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള ബാലൻസ് ഒന്നും ഉണ്ടാവുകയില്ല. തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ 4 ലക്ഷം രൂപ കൊണ്ടുവന്നിരുന്നു. അതേ സമയത്ത് തന്നെ അവർ ഫർണിച്ചർ വാങ്ങിയിരുന്നു 80,000 രൂപ കൊടുത്തിട്ട്. പിന്നീട് ഒരുപാട് ട്രാൻസാക്ഷനുകളാണ് താഴെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം സിംഗിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്തത്, ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളോട് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സിംഗിൾ എൻട്രിയിൽ നിന്ന് ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കൺവേർഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം 31st March 2020 ഉള്ളത്. ഇനി ക്വസ്റ്റ്യൻ വിശദമായി നോക്കുകയാണെങ്കിൽ, സെയിൽസിൽ 5 ലക്ഷം രൂപയാണ് സെയിൽസ്, ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അതിൽ 2 ലക്ഷം രൂപ ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ 3 lakh എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ പർച്ചേസ് 4 ലക്ഷം രൂപയാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. അതിൽ ക്യാഷ് പർച്ചേസ് 1,20,000 ആണ്, ബാക്കി ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കാം. അതുപോലെ തന്നെ വിജയുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അതുപോലെ തന്നെ സാലറി 48,000 രൂപയുണ്ട്. ഡെപ്റ്റേഴ്സ് ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ചെയ്യുന്നത് 4,000 രൂപ, റിട്ടേൺ ഓഫ് ചെയ്യുന്നത് 4,000 രൂപയുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് എക്സ്പെൻസ് 60,000, 16,000 രൂപ ട്രേഡ് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ വിജയ് ഒരു 12,000 രൂപയുടെ ഗുഡ്സ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്, അത് ഡ്രോയിങ്സ് ആണ്. അതുപോലെ തന്നെ 31st March വിജയുടെ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,40,000 രൂപയും ക്രെഡിറ്റേഴ്സിൻ്റെ 80,000 രൂപയാണ്. ക്ലോസിംഗ് സ്റ്റോക്കും വാല്യൂ എന്ന് പറയുന്നത് 1,60,000 രൂപ. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. നമുക്ക് ആദ്യം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ആ ഒരു ക്വസ്റ്റ്യനിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അത് ചെയ്ത് നോക്കാം. പിന്നീട് ബാലൻസ് ഷീറ്റാണ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. അതിന് ചിലപ്പോൾ ചില വർക്കിംഗ് നോട്ട് അക്കൗണ്ടുകളൊക്കെ വരക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. കാരണം നമുക്കതിന് വേണ്ട ആവശ്യമായ ഇൻഫോർമേഷനൊക്കെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സാധാരണ രീതിയിൽ തുടങ്ങുക എന്ത് വെച്ചിട്ടാണ്? 2 ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ടാണ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലാത്തത്, ഇത് പുതിയ ബിസിനസ്സാണ്, അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. രണ്ടാമത്തെ പർച്ചേസസ് 4 ലക്ഷം രൂപയാണ് പർച്ചേസ് എന്ന് പറഞ്ഞത്. ഇവിടെ വരുന്ന പർച്ചേസ് ടോട്ടൽ പർച്ചേസും വരും 4 ലക്ഷം രൂപയാണ്. പക്ഷേ ആ 4 ലക്ഷം രൂപ പർച്ചേസിൽ നിന്ന് 12,000 രൂപയുടെ ഗുഡ്സ്, പർച്ചേസ് പറഞ്ഞ ഗുഡ്സ് ആണല്ലോ, ആ ഗുഡ്സിൽ നിന്ന് 12,000 രൂപയുടെ ഡ്രോയിങ്സ്, അതായത് ഓണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ പർച്ചേസസ് ആ 4 ലക്ഷത്തിൽ നിന്ന് ഈ 12,000 രൂപ കുറയും. എന്താണ് ഗുഡ്സ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുമ്പോഴുള്ള ജേർണൽ എൻട്രി? ഗുഡ്സ് വാങ്ങുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്താ? ക്രെഡിറ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് വാങ്ങുമ്പോൾ ജേർണൽ എൻട്രി എന്താ?
പർച്ചേസ് അക്കൗണ്ട് അറ്റ് ക്യാഷ് ആണ് ഗുഡ്സ് വാങ്ങുമ്പോഴുള്ള ജേണൽ എൻട്രി. ഇനി ആ വാങ്ങിയ ഗുഡ്സിൽ നിന്ന് ഓണേഴ്സ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയും. ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ഡ്രോയിങ്സ് എന്ന് പറയും. അത് അങ്ങനെ ഗുഡ്സ് പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഡ്രോയിങ്സ് ഉണ്ടാകുമ്പോൾ എന്താ ജേണൽ എൻട്രി? ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് ആണ്. പർച്ചേസിൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പർച്ചേസിൽ നിന്ന് കുറയ്ക്കുന്നത്. ഒരു 4 ലക്ഷത്തിന് 1,12,000 പോയി 3,88,000 രൂപയുടെ വന്നു. ഇനി ഈ സൈഡ് സെയിൽസ്, നമ്മുടെ സെയിൽസിൻ്റെ ഫിഗേഴ്സ് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5 ലക്ഷം എഴുതി. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,60,000. ഇതൊക്കെ സിമ്പിളാണ്. 1,60,000 എഴുതി. ദെൻ ഇത് ബാലൻസ് ചെയ്ത് 5,60,000. അതിൽ നിന്ന് ബാലൻസ് കിട്ടുമ്പോൾ 2,72,000 രൂപയാണ് ക്രെഡിറ്റ് സൈഡ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് ആ ബാലൻസ് വരുന്നത്. ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ഗ്രോസ് പ്രോഫിറ്റ്. അത് നമ്മൾ ഇവിടത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് 2,72,000 രൂപ ഇവിടത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തു. ഓക്കെ, ഇനി ബ്രോഡ് ഡൗൺ ചെയ്ത് വെച്ചു. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടോ നോക്കാം. സാലറി ഉണ്ട്, സാലറി നമ്മൾ എഴുതി 48,000. ട്രേഡ് എക്സ്പെൻസ് 16,000 രൂപയുണ്ട്. ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ഇത്ര മാത്രമേ എക്സ്പെൻസ് ഉള്ളൂ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 2,04,000 രൂപയാണ് എന്ത് കിട്ടുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇത് ഈസിയാണ്. തന്ന ഇൻഫോർമേഷൻ ഉപയോഗിച്ച് നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഇവിടെ വരച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ബാലൻസ് ഷീറ്റ്. നമുക്ക് ബാലൻസ് ഷീറ്റാണ് വരയ്ക്കേണ്ടത്. ആ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ഇവിടെ ക്യാഷിൻ്റെ ഒരു ബാലൻസ് ഉണ്ട്. കാരണം ഇത് പുതിയ ബിസിനസ്സാണ്. ഇതിൽ ഒരുപാട് തരത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷനുകൾ നടന്നിട്ടുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷനുകൾ ഒരുപാട് തരത്തിലുള്ള നടന്നിട്ടുണ്ട്. ഇതിൽ ഓപ്പണിംഗ് ക്യാഷോ ക്ലോസിംഗ് ക്യാഷോ ഒന്നും നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാഷ് വരുന്നുണ്ട്. ഈ ക്യാഷിൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ചില എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സെയിൽസ് 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപയാണ് ക്യാഷ് സെയിൽസ്. ബാക്കി 3 ലക്ഷം രൂപയായിരിക്കും ക്രെഡിറ്റ് സെയിൽസ്. ആ 3 ലക്ഷം ക്രെഡിറ്റ് സെയിൽസ് ആകുമ്പോൾ 3 ലക്ഷത്തിൻ്റെ ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. നമ്മൾക്ക് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകുമ്പോഴാണല്ലോ ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. 3 ലക്ഷത്തിൻ്റെ ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 3 ലക്ഷമാണ്. പക്ഷേ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 1,40,000 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 ലക്ഷം വാല്യൂ ഉള്ള ഡെപ്റ്റേഴ്സ് അവസാനമാകുമ്പോൾ 1,40,000 രൂപയായെങ്കിൽ ആ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും? നമ്മൾക്ക് 3 ലക്ഷം രൂപ തരാനുള്ള ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ അവസാനമാകുമ്പോൾ 1,40,000 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ എമൗണ്ട് എന്തായിട്ടുണ്ടാവും? ഈ ഒരു പറയുന്ന കാലയളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. ആ 3 ലക്ഷം ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടാനുള്ളതിൽ നിന്ന് അവസാനം 1,40,000 രൂപ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 1,60,000 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ചില ക്യാഷ് ട്രാൻസാക്ഷൻ ഇവിടെ ഹിഡൻ ആയിട്ടുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് എത്രയാണെന്ന് അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ക്യാഷ് അക്കൗണ്ട് വരക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഡെപ്റ്റേഴ്സിൻ്റെ ഡിഫറൻസ് കിട്ടിയിട്ട് അതിൽ നിന്ന് ക്യാഷ് കണ്ടുപിടിക്കാൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതേപോലെ ക്രെഡിറ്റേഴ്സും ഉണ്ട്. ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ ഇതേ കേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും, അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ എത്രയാണ് ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് കൊടുത്തതെന്ന് കണ്ടുപിടിക്കാൻ അതിന് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് മനസ്സിലായത്? ഇപ്പോൾ ഇവിടെ നോക്കാം. 4 ലക്ഷത്തിൽ 1,20,000 രൂപയാണ് ക്യാഷ് പർച്ചേസ്. ബാക്കി എത്ര? 2,80,000 രൂപ ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും. പക്ഷേ ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 80,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്തായിട്ടുണ്ടാവും? നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റിന് ആവശ്യമാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഈ വരക്കുന്നതിന് മുമ്പ് നമുക്ക് ആ വർക്കിംഗ് നോട്ട് നോക്കാം. ആദ്യം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഫോർ വാട്ട് പർപ്പസ്? ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തതിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ തന്ന ഇൻഫോർമേഷൻ ചെയ്താൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഇത് പുതിയ ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സെയിൽസിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട് 3 ലക്ഷം. ഇവിടെ 3 ലക്ഷമാണ് സെയിൽസ് വരിക. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്ര? 5 ലക്ഷമാണെന്ന് തോന്നുന്നു. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. പക്ഷേ അതിൽ നിന്ന് 2 ലക്ഷം ക്യാഷാണ്. ബാക്കി ക്രെഡിറ്റ് മാത്രമേ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരും. അത് നിങ്ങൾക്കറിയാമല്ലോ. ക്രെഡിറ്റ് മാത്രമേ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സെയിൽസ് ഇവിടെ 3 ലക്ഷം എഴുതി. പിന്നെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് 1,40,000 എഴുതി. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് കിട്ടും 1,60,000. ഇതാണ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റൊക്കെ നിങ്ങൾക്കറിയാം. ഇതാണ് ക്യാഷ്. അപ്പോൾ ഇതാണ് നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയ ക്യാഷ് ബാലൻസ് ഫിഗർ 1,60,000. ഇത് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അക്കൗണ്ട് വരക്കുന്നതാണ് നല്ലത്. ബാലൻസ് ഫിഗർ 1,60,000. ഇനി അതേപോലെ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത എമൗണ്ട് കണ്ടുപിടിക്കണം. എത്രയാണ് ഉണ്ടായത്? പർച്ചേസ് 2,80,000 രൂപയാണ് ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. അത്ര ഡെപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 80,000 രൂപ നമ്മൾ അവസാനം ബാലൻസ് ആയിട്ടുണ്ട്. അപ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. 2,80,000 രൂപയായിരുന്നു ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ. അവസാനമാകുമ്പോൾ അത് 80,000 രൂപ ആയി എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ നമ്മൾ അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ പർച്ചേസ് എഴുതി, ബാലൻസ് എഴുതി, ഇവിടെ ഒരു ഡിഫറൻസ് വരും. ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഈ 2 എമൗണ്ടും കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട അടുത്ത എമൗണ്ട് എന്താ?
ക്യാഷിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കണം, നമുക്കത് ബാലൻസ് ഷീറ്റിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വരക്കാം. ക്യാഷ് അക്കൗണ്ട് ഫൈൻഡ് ഔട്ട് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഉണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് പുതിയ ബിസിനസ്സാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ റിസീപ്റ്റും ഇവിടെ പേയ്മെൻറ്റും എഴുതി കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്നതാണ് ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ഇവിടെ റിസീപ്റ്റും ഇവിടെ പേയ്മെൻറ്റും. ഇനി റിസീപ്റ്റ് എഴുതുമ്പോൾ ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട് 4 ലക്ഷം രൂപ. അപ്പോൾ ക്യാപിറ്റൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ വന്നു 4 ലക്ഷം രൂപ. പിന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച 1,60,000 രൂപ ഡെപ്റ്റേഴ്സിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെപ്റ്റേഴ്സ് അതും കൂടി. പിന്നെ അതേപോലെ സെയിൽസ് നടക്കുന്നുണ്ട്. 5 ലക്ഷത്തിൽ 2 ലക്ഷം ക്യാഷ് സെയിൽസ് ആണെന്ന് പറഞ്ഞു. 3 ലക്ഷം ക്രെഡിറ്റും 2 ലക്ഷം ക്യാഷും. അപ്പോൾ ക്യാഷ് സെയിൽസ് ക്യാഷ് അക്കൗണ്ടിൽ വരും. അപ്പോൾ അത് അങ്ങനെ കിട്ടി. അപ്പോൾ അത് 7,60,000 രൂപ ഇവിടെയായി. ഇനി ഈ സൈഡ് നോക്കാം. ക്രെഡിറ്റേഴ്സിന് 2 ലക്ഷം കൊടുക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അത് ഇവിടെ എഴുതി. പിന്നെ ഡ്രോയിങ്സ് നമ്മൾ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട് പേഴ്സണൽ ആവശ്യത്തിന് 40,000 രൂപ, അത് കാണിക്കണം. ക്യാഷ് ആയിട്ട് പോകുന്നതെല്ലാം ഇവിടെ കാണിക്കണം. ഫർണിച്ചർ വാങ്ങുമ്പോൾ ക്യാഷ് പോകുന്നുണ്ട്, അത് കാണിച്ചു. പർച്ചേസ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് 1,20,000 രൂപയുടെ, അത് കാണിച്ചു. ഇനി സാലറി കൊടുക്കുന്നുണ്ട് 48,000 രൂപ. ട്രേഡ് എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാലൻസ് ചെയ്യുമ്പോൾ 2,56,000 രൂപയാണ് ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ബാലൻസാണ് നമുക്ക് എവിടെ വേണ്ടത്? ബാലൻസ് ഷീറ്റിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്നല്ലേ? സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ബാലൻസ് നമ്മൾ ഇവിടെ എഴുതി. ക്യാഷ് 2,56,000 രൂപ ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വരുന്ന എന്താ സെറ്റ്? ഡെപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഡെപ്റ്റേഴ്സ് 1,40,000 രൂപയാണ് ബാലൻസ് എന്ന് പറഞ്ഞത്. ഇത് ക്ലോസിംഗ് ബാലൻസ്, ഇത് ഓപ്പണിംഗ് ബാലൻസ്, ഇതിൽ നിന്ന് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കാം. അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അത് അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ കാണിക്കാം. അത് പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഡെപ്റ്റേഴ്സ് തന്നെ റൈറ്റിംഗ് ഈ ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പുള്ള ഡെപ്റ്റേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. വേറെ വാല്യൂ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഡെപ്റ്റേഴ്സ് 1,40,000 രൂപ കാണിച്ചു. അതിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് കുറച്ചു, ബാക്കി 1,36,000 രൂപ കാണിച്ചു. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്, അത് കാണിച്ചു. പിന്നെ നമ്മുടെ ഫർണിച്ചർ ഒന്ന് വാങ്ങിയിട്ടുണ്ട്, അതും കാണിച്ചു. ഇത് ബാലൻസ് ഷീറ്റ് ഇതിൻ്റെ അസറ്റ് സൈഡായി. പിന്നെ ലാബിലിറ്റി സൈഡ് ക്യാപിറ്റൽ നമ്മൾ ആദ്യം 4 ലക്ഷം കൊണ്ടുവന്നത് കാണിച്ചു. അതിൽ നിന്ന് ഡ്രോയിങ്സ് 52,000 രൂപ. അത് നിങ്ങൾ നോക്കാം. ഡ്രോയിങ്സ് ഏതൊക്കെ വരുന്നുണ്ട്? ഡ്രോയിങ്സ് നമുക്ക് നോക്കാം. ഡ്രോയിങ്സ് നമ്മൾ 2 തരത്തിലുള്ള ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒന്ന് 40,000 രൂപ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നതും പിന്നെ ഗുഡ്സ് ആയിട്ട് കൊണ്ടുവന്ന 12,000. അപ്പോൾ 52,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ആ ഡ്രോയിങ്സ് ആണ് ഇവിടെ വരുന്നത് 52,000. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 3,48,000 രൂപ. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അത് കൂട്ടി 5,52,000 രൂപ. പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 80,000 രൂപ, അത് കാണിച്ചു. ഇതിങ്ങനെ 2 സൈഡും ഈക്വൽ ആവും. 6,32,000 രൂപയായിട്ട് ഈക്വൽ ആവും. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ഓക്കെയാണ്. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മിസ്റ്റർ സജന കീപ്സ് ഹെർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020 together with the balance sheet of that date. Cash book analysis shows the following: interest charges 100, personal withdrawals 2,000, staff salary 8,500, other business expense 7,900, payment to creditors 15,000, balance at bank 31st 3/2020 2,425, cash in hand on that date 75, received from debtors 25,000, cash sales 15,000. Further details available as on 1/1/2019, as on 31st 3/2020. ഇത് ഓപ്പണിംഗ് ബാലൻസും അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടാണ് തന്നത്. ഇതെന്തിനായിരിക്കും ഇങ്ങനെ തന്നിട്ടുണ്ടാവുക? നമുക്ക് അത് പിന്നീട് മനസ്സിലാവും. നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും ചിലപ്പോൾ. നോക്കാം. സ്റ്റോക്ക് ഇൻ ഹാൻഡ് 9,000, 10,220, creditors 8,000, 5,500, debtors 22,000, 30,000, furniture 1,000, 1,000, office premises 15,000, 15,000, provide 5% interest on X capital balance on 1/4/2019. അപ്പോൾ അത് നമുക്ക് തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. അതിൻ്റെ 5% നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വരും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ 5% നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ 1,500 രൂപ ഡൗട്ട്ഫുൾ ഡെബ്റ്റാണ്, അതായത് ബാഡ് ഡെബ്റ്റാണ്. അതുപോലെ തന്നെ 5% ഡിപ്രീസിയേഷൻ ഏതിന് ഫിക്സഡ് അസറ്റിനും, അതുപോലെ തന്നെ 5%
5% ഫിക്സഡ് അസറ്റ് ഏതാണുള്ളത് അതിന് 5% ഡിപ്രീസിയേഷൻ ഉണ്ട്. പിന്നെ 5% ഗ്രൂപ്പ് കമ്മീഷൻ ഓഫ് സ്റ്റാഫ് ഹാസ് ടു ബി പ്രൊവൈഡഡ് ഫോർ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ. 5% ഗ്രൂപ്പ് കമ്മീഷൻ ഉണ്ട്. അത് എല്ലാ എക്സ്പെൻസും അതുപോലെ തന്നെ ഈ പറയുന്ന കമ്മീഷനും കൊടുത്തതിന് ശേഷമാണ് 5% എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകൾക്ക് മുമ്പേ പഠിച്ചതാണ്. നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കമ്മീഷൻ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഒരു റഫായിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് നമ്മൾ ആഫ്റ്റർ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചത് എല്ലാ എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞ് ഇൻകം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അതിൻ്റെ ഈ പറയുന്ന ഓൾ എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 5% കാണണം. അത് ആ വർക്കിംഗ് നോട്ടിൽ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ നമ്മൾ കുറച്ച് വർക്കിംഗ് നോട്ടുണ്ട്, അത് നമ്മൾക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആക്ച്വൽ അക്കൗണ്ടിലേക്ക് വരാം. വർക്കിംഗ് നോട്ടിൽ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാം. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കാം. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ. അവിടെ നമുക്ക് ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ആ ക്യാപിറ്റലാണ് നമ്മൾ 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, ക്ലോസിംഗ് ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ ക്യാഷിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കണം. നോക്കാം. നമുക്ക് അതിനൊരു ക്യാഷ് ബുക്ക് വരക്കാം. ഡെബിറ്റ് സൈഡ് എല്ലാ റിസീപ്റ്റ് ഇവിടെയും പേയ്മെൻറ്റ് ഇവിടെയും. അപ്പോൾ ആദ്യം ടു ഡെപ്റ്റേഴ്സ്, നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ റിസീപ്റ്റ് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ എത്രയാണ് എമൗണ്ട് കിട്ടിയതെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ആ എമൗണ്ട് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാണ്ട് ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ ക്യാഷ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്ര റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 25,000 എന്ന് പറയുന്നത്. ആ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യാണ് ഇവിടെ വരുന്നത്, ക്യാഷായിട്ട് കിട്ടിയത്. പിന്നെ സെയിൽസ് ഉണ്ട്, നമ്മൾ 15,000 രൂപ ക്യാഷ് സെയിൽസ് പറയുന്നുണ്ട് കൃത്യമായിട്ട്, അതിവിടെ എഴുതി. ഇതാണ് റിസീപ്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇത് ബാലൻസ് ഫിഗറാണ്, അത് അവിടെ നിന്നോട്ടെ. പിന്നെ ഇൻട്രസ്റ്റ് കൊടുത്തത് 100 രൂപ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ്സിൻ്റെ ഈ പറഞ്ഞ ഡ്രോയിങ്സ് 2,000 രൂപയുണ്ട്. സാലറി കൊടുത്തതുണ്ട്, എക്സ്പെൻസ് കൊടുത്തതുണ്ട്. പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അല്ലാതെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല, അത് ഡ്യൂ ചെയ്ത് വെക്കുക മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടൊക്കെ വരക്കുന്നത്. അപ്പോൾ ഇവിടെ അത് കാണിച്ചു. ക്രെഡിറ്റേഴ്സിന് നമ്മൾ ക്യാഷ് കൊടുത്തത് പറയുന്നുണ്ട്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് അത് കാണിച്ചു. എക്സ്പെൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ബാലൻസ് പറയുന്നുണ്ട്. ബാലൻസ് നമുക്ക് 2 ക്യാഷിൻ്റെ, ഇത് ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് ബാലൻസ് ആണ് ഈ ഒരു ക്യാഷ് ബുക്ക്. അതിൽ 2 ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് 2ൻ്റെയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബാങ്ക് 2,425 രൂപയും ക്യാഷ് 75 രൂപയും തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാലൻസ് ഇവിടെ 40,000 രൂപ കിട്ടും. ഇവിടെ ബാലൻസ് വരും 4,000 രൂപ ബാലൻസ് വരും. അതാണ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. എന്തിനാണ് ഓപ്പണിംഗ് ബാലൻസ്? നമുക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. എന്തിനാണ്? 1 ഏപ്രിൽ 2019 ആണ്. എന്തിന്? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഇതിൻ്റെ 5% നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ളത്. നോക്കാം. സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഇത് എവിടെയാണ് തന്നിട്ടുള്ളത്? ഇത് ഓരോ കാര്യങ്ങളും നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓരോ വർഷത്തെ കാര്യങ്ങളായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ഇതെല്ലാം നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ കണ്ടുപിടിച്ച ക്യാഷും കൂടി. ഓക്കെ, നമുക്ക് നോക്കാം വിശദമായിട്ട്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, ഓഫീസ് പ്രിമൈസസ്. ഇതൊന്നും ഡിപ്രീസിയേഷൻ കുറക്കാതെ തന്നെയാണ് കാണിക്കേണ്ടത്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം ഇത് കുറക്കാതെ തന്നെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 47,000 രൂപ കിട്ടി. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് 4,000 രൂപ. ഇത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ക്യാഷിൻ്റെ ബാലൻസ്. കാരണം എന്താ? ക്യാഷിൻ്റെ സാധാരണ രീതിയിൽ ബാലൻസ് ഇവിടെയാണ് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ക്യാഷ് ബുക്കിൽ 2 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇവിടെ ഇങ്ങനെയുള്ളത് ഇവിടെ ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് കുറവുള്ളത്. ബാലൻസ് ചെയ്തിട്ടാകുമ്പോൾ ഇവിടെയാണ് കുറവുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിഗറാണ്. അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം നമ്മൾക്ക്. അത് ലാബിലിറ്റിയാണ്. മനസ്സിലായത്? അത് ലാബിലിറ്റിയാണ്. ഇവിടെയാണ് ബാലൻസ് ഫിഗർ. അതായത് ബൈ ബാലൻസിന് പകരം 2 ബാലൻസ് ബ്രോ ഡൗൺ എന്നത് ഇത് അസറ്റായിട്ട് മാറിയിട്ട് ഇത് ഈ സൈഡ് വന്നുകൊണ്ട് അത് ലാബിലിറ്റിയാണ്.
ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതാണ് ഇവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലാബിലിറ്റി ആയിട്ട് വരുന്നത്. ക്രെഡിറ്റേഴ്സ് ഈ എമൗണ്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടാകുമ്പോൾ കിട്ടുന്നതാണ് 35,000 രൂപയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ 5% നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കാണിക്കാനുള്ളത്. ഓക്കെ, അതിൻ്റെ 5% ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ 1,750 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കാണിക്കാനുള്ളത്. ഓക്കെ, അതാണ് രണ്ട് വർക്കിംഗ് നോട്ട് പറഞ്ഞു. ഇനി മൂന്നാമത്തെ നമുക്ക് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരക്കണം. കാരണം എന്തിനാ, നമുക്ക് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കണം. നമുക്ക് ക്രെഡിറ്റ് സെയിൽ തന്നിട്ടില്ല, ക്യാഷ് സെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ. ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ആ പർപ്പസിന് വേണ്ടി നമുക്ക് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ഡെപ്റ്റേഴ്സിൻ്റെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമ്മൾ 2 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ടല്ലോ, 22,000 രൂപ ഓപ്പണിംഗ് ബാലൻസ്. അതുപോലെ ക്ലോസിംഗ് ബാലൻസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര, 30,000 രൂപ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. പിന്നെ ക്യാഷ് കൊടുക്കുന്നതും ഡെപ്റ്റേഴ്സിന് ക്യാഷ് കൊടുക്കുന്നത്, ഡെപ്റ്റേഴ്സിൻ്റെ നിന്ന് ക്യാഷ് കിട്ടുന്നത്, ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടുന്നത് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞു, റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് പറഞ്ഞിട്ട് അത് ഇവിടെ പ്ലേസ് ചെയ്തു. ഇത്ര ഐറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. ഡിസ്കൗണ്ട് റിസീവ്ഡ് അങ്ങനത്തെ പറയുന്ന ഐറ്റംസ് ഒന്നും നമുക്കിവിടെ ഇല്ല. ഡിസ്കൗണ്ട് അലൗഡ് ഒന്നും ഇവിടെ ഇല്ല നമുക്ക്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ്, ക്ലോസിംഗ് ബാലൻസ്, ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു ഡിഫറൻസ് വരും. ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ക്രെഡിറ്റ് സെയിൽസ്. അതാണ് 33,000 രൂപയാണ് ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് ഇതിനാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാം. ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് പ്ലസ് ക്യാഷ് സെയിൽസ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാം. ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15,000 രൂപ. അതിൻ്റെ കൂടെ ക്രെഡിറ്റ് സെയിൽസും കൂടുമ്പോൾ 48,000 രൂപയാണ് സെയിൽസ്. ഇതാണ് നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽസ് പറഞ്ഞിട്ട് കാണിക്കേണ്ട എമൗണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. എന്തിനാ, ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ ക്രെഡിറ്റ് പർച്ചേസ്. ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട്, ക്യാഷ് പർച്ചേസ് ഇല്ല, ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം നമുക്ക്. ഇതേപോലെ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ് എഴുതി, 8,000 രൂപയാണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്. പിന്നെ ക്യാഷ്, ക്രെഡിറ്റേഴ്സിന് കൊടുത്ത ക്യാഷ് എഴുതി, പിന്നെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അത് എഴുതി. അപ്പോൾ ഇവിടെ ഒരു ബാലൻസിങ് ഫിഗർ വരും. ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ക്രെഡിറ്റ് പർച്ചേസ്. 12,500 രൂപയാണ് ക്രെഡിറ്റ് പർച്ചേസ്. ഈ പർച്ചേസാണ് നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത്. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് കാണിക്കാനുള്ളത്. ഇവിടെ ക്യാഷ് പർച്ചേസ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് വേണ്ട. ടോട്ടൽ പർച്ചേസ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് പർച്ചേസ് തന്നെയാണ്. അത്തരത്തിലാണ് കാണിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി പറയേണ്ട, അത് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം. നോക്കാം, നമ്മൾക്ക് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി. പിന്നെ പർച്ചേസ് നമ്മൾ കണ്ടുപിടിച്ചു, അത് എഴുതി. പിന്നെ സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു, ടോട്ടൽ സെയിൽസ്, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂട്ടി. ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിലുണ്ട്, അത് എഴുതി. അപ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് 36,720 രൂപ. അത് നമ്മൾ ഇവിടത്തേക്ക് ബ്രോ ഡൗൺ ചെയ്ത് വെച്ചു. പിന്നീട് ഇവിടെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും, ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്ന 100 രൂപ, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സാലറി തന്നിട്ടുണ്ട്, എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ പറയുന്നുണ്ട്, 1,500 രൂപ പ്രൊവിഷൻ എന്ന് പറയുന്നുണ്ട്, അത് നമ്മളിവിടെ കാണിച്ചു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച്, അതിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ 5%. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര നമ്മൾ കണ്ടുപിടിച്ചത്, 35,000 രൂപ, അതിൻ്റെ 5% 1,750 രൂപ ഇവിടെ എഴുതി. പിന്നെ ഡിപ്രീസിയേഷൻ, ഫർണിച്ചറിൻ്റെയും ഓഫീസ് പ്രിമൈസസിൻ്റെ രണ്ടിൻ്റെയും 5% അത് നമ്മൾ കാണിച്ചു. പിന്നെ വരുന്നത് ഗ്രൂപ്പ് കമ്മീഷനാണ്. ഈ ഗ്രൂപ്പ് കമ്മീഷൻ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഇവിടെ പറയുന്നുണ്ട് ഗ്രൂപ്പ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ്. ഈ എക്സ്പെൻസ് എല്ലാം കൊടുത്തതിൻ്റെ എമൗണ്ടിൻ്റെ മുകളിലാണ്, എമൗണ്ടും ഈ എക്സ്പെൻസും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് കമ്മീഷനും കൊടുത്തതിന് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് കമ്മീഷനാണ്, അതിൻ്റെ 5%. അപ്പോൾ നമുക്ക് അതിൽ ചെറിയൊരു കാൽക്കുലേഷൻ വേണം. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് ബിഫോർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ ഇതിൽ തന്നത് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിക്കണോ? ഇവിടെ നോക്കാം, ഇവിടെ ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ, അതായത് 5% ഗ്രൂപ്പ് കമ്മീഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ. ആ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, എല്ലാ എക്സ്പെൻസും ഈ പറയുന്ന കമ്മീഷനും കൊടുത്തതിന് ശേഷം. പക്ഷേ ഈ കമ്മീഷൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിച്ചില്ല, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ട്രിക്കുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് ബിഫോർ ദ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാണാമായിരുന്നു. ഈ എക്സ്പെൻസ് എല്ലാം കൊടുത്തതിന് ശേഷം ഒരു റഫ് ഫിഗർ കിട്ടും, നെറ്റ് പ്രോഫിറ്റ്, അതിൻ്റെ 5% കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ചില കാൽക്കുലേഷൻ നമ്മൾ നടത്തേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എളുപ്പമാണ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ്
നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 36,720 രൂപ. പിന്നെ എല്ലാ എക്സ്പെൻസും എക്സെപ്റ്റ് കമ്മീഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് എല്ലാ എക്സ്പെൻസും ഇല്ലാതെ എഴുതി അത് കുറച്ചിട്ടാകുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ 16,170 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എന്ത് പറയണ്ടേ, ഇതിൽ ഏത് ഉൾപ്പെട്ടു? ഈ പറയുന്ന എമൗണ്ടിൽ കമ്മീഷൻ കൂടി ഉൾപ്പെട്ടു. ആ കമ്മീഷൻ നമ്മൾക്ക് ഇതിൽ നിന്ന് കുറക്കണം. അപ്പോൾ കമ്മീഷൻ എങ്ങനെ കാണാം? നമുക്ക് ഈ എമൗണ്ട് ഇൻറ്റു 5/105. എന്തുകൊണ്ടാണ് 105 വരുന്നത്? ഇതിൽ കമ്മീഷൻ കൂടി ഉൾപ്പെട്ടു. ഇനി ഇത് ബിഫോർ കമ്മീഷൻ ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ബിഫോർ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 5% കണ്ടാൽ മതി, അതിൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് പറയുന്നത് ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റിൽ കമ്മീഷൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 16,170 ഇൻറ്റു 5/100 പകരം 105 ഇടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 770 രൂപയാണ് കമ്മീഷൻ കിട്ടുക. അപ്പോൾ ഈ കമ്മീഷൻ കുറച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ നിന്ന് ഈ കമ്മീഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ കമ്മീഷൻ 15,400. അപ്പോൾ 15,400 നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ കമ്മീഷൻ. ഇനി നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ, എല്ലാ എക്സ്പെൻസും കമ്മീഷനും കൊടുത്തതിൻ്റെ 5% നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്, കൊടുത്തതിൻ്റെ 5% കമ്മീഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കമ്മീഷൻ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ 5/105 കിട്ടി ചെയ്തത്. ഇനി നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം എങ്ങനെ. അപ്പോൾ ഈ പറയുന്ന കമ്മീഷനും എക്സ്പെൻസും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റിൻ്റെ 5% പറഞ്ഞത്, ആ പ്രോഫിറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചോളൂ. ഇതിൻ്റെ 5% ഇത് തന്നെയാണോ നോക്കുക. 15,400 ഇൻറ്റു 5/100 ഇട്ട് കഴിഞ്ഞാൽ ഈ എമൗണ്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ എല്ലാ എക്സ്പെൻസും കുറച്ചതിൻ്റെ എമൗണ്ട് കാണുക, അതിന് ആ റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ് ഇടുക. റേറ്റ് 5/100 പ്ലസ് റേറ്റ് 5, അപ്പോൾ 100 + 5 105, അങ്ങനെ ഇട്ടിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ആ ഒരു എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ നെറ്റ് പ്രോഫിറ്റും കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റും 15,400 നെറ്റ് പ്രോഫിറ്റും ഈ കമ്മീഷൻ ഇവിടെ എഴുതി നെറ്റ് പ്രോഫിറ്റ് 15,400 കൂടി കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. നമുക്ക് എല്ലാ ഫിഗേഴ്സും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അത് പ്ലേസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ആദ്യം അസറ്റ് സൈഡ് നോക്കാം. പ്രിമീസസ് 15,000, ഡിപ്രീസിയേഷൻ ഉണ്ട്, അത് കുറച്ചു 14,250. ഫർണിച്ചർ ലെസ് ഡിപ്രീസിയേഷൻ ഉണ്ട്, അത് കുറച്ചു. സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് 30,000, പ്രൊവിഷൻ ഉണ്ട് 1,500, അത് കുറച്ചു, ബാക്കി 28,500. ക്യാഷ് അറ്റ് ബാങ്ക് നമ്മൾ അവസാനം നമ്മളെ ഫിഗർ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസേ തരാത്തുള്ളൂ, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 24,225 എഴുതി. ക്യാഷ് ഇൻ ഹാൻഡ് 75 ഈ സൈഡായി. ഇനി ക്യാപിറ്റൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച നേരത്തെ 35,000, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ആഡ് ചെയ്തു. പിന്നെ അതിലെന്ത് പറയുന്നുണ്ട്? ഡ്രോയിങ്സ് പറയുന്നുണ്ട്, പേഴ്സണൽ വിഡ്രോവൽസ് എന്ന്. അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഈ പറയുന്ന രീതിയിൽ ലെസ് ചെയ്തു. ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ബാക്കി കിട്ടുന്നതാണ് 50,150 രൂപയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് അത് എഴുതി. പിന്നെ ഈ ഗ്രൂപ്പ് കമ്മീഷൻ കൂടി ഇവിടെ വരും. എന്തുകൊണ്ടാണ്? ഇത് ലാബിലിറ്റിയാണ്, ഇതുവരെ കൊടുത്തിട്ടില്ല. ഗ്രൂപ്പ് കമ്മീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുള്ളത് ലാബിലിറ്റിയാണ്, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കറണ്ട് ലാബിലിറ്റിയാണ്, അത് ഇവിടെ കാണിച്ചു. അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം തന്നെ ക്ലാസ് നടക്കുമ്പോൾ തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ പിന്നീട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതിയാകും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഈ പറയുന്ന രീതിയിൽ ട്രയൽ ബാലൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ട്രയൽ ബാലൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയാമല്ലോ, എല്ലാത്തിൻ്റെ ബാലൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ ഡെബിറ്റ്സ് ബാലൻസ് ആയിട്ട് വരിക. അതുപോലെ തന്നെ ഫർണിച്ചർ, പ്രിമീസസ്, ഇൻട്രസ്റ്റ് ചാർജസ്. ഇത് ഇൻട്രസ്റ്റ് ചാർജസ് വരാൻ കാരണം എക്സ്പെൻസ് ആണ്. ഡ്രോയിങ്സ്, സ്റ്റാഫ് സാലറി, ബിസിനസ് എക്സ്പെൻസ്, അതുപോലെ തന്നെ പർച്ചേസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ക്രെഡിറ്റ് സൈഡിൽ, അതായത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് വരുന്ന ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റ് സൈഡല്ല ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് വരുന്ന ക്രെഡിറ്റേഴ്സ്, ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് എല്ലാം അതിലേ വരിക. പിന്നെ ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങളത് ബാലൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്തരത്തിലാണ് സംഭവം. ട്രേഡ് ബാലൻസും കൂടി ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. You are given below the following information: asset of Mr. Single, bills receivable 2,500, sundry creditors 3,900, stock in trade 7,530, plant and machinery 4,700, land and building 7,000, cash in hand 70. Liabilities of Mr. Single, sundry debtors
sundry creditors 3600, bills payable 1600, bank overdraft 500. Then cash transaction received from debtors 29,000, bills receivable encashed 10,000, payment salaries 1,200, wages 1,580, bills payable 14,300, payment to creditors 14,700, general expense 800, drawings 4,500, cash in hand at the end 240. Then other information, total sales all credit 40,700, discount to customers, that means discount allowed 200, purchase all credit 30,000, discount received from supplier, that is discount received 100, bills received during the year 10,900, stock of goods closing stock 31/3/2020 5,300, create provision for doubtful debt at the end 5%, bills payable issued during the year 15,000, depreciate plant 5% and building 2.5%. You are required to prepare trading profit and loss account for the year ended 31st March 2020 and balance sheet as on the date. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തരത്തിലുള്ള ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റാണ് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് വായിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അസറ്റും അതുപോലെ തന്നെ ലയബിലിറ്റിയും പിന്നെ ക്യാഷ് ട്രാൻസാക്ഷനും അതുപോലെ തന്നെ കുറച്ച് ഇൻഫോർമേഷനുമാണ് തന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതിൽ നമ്മൾക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസിൽ നമുക്ക് ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടില്ല. നിങ്ങൾക്കറിയാം ഇവിടെ ക്യാഷ് ഇൻ ഫൈൻഡ് ഔട്ട് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്കിൻ്റെ ബാലൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് തന്നിട്ടുണ്ട്. പക്ഷേ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇതാണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരുന്നു ബാലൻസ്, പക്ഷേ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ടും ഏതൊക്കെ കണ്ടുപിടിക്കണം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. കാരണം ഇവിടെ ഡെപ്റ്റേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, പക്ഷേ ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് ഇതിൽ പറയുന്നില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടി വരും. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് മറ്റുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പറയുന്ന ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ അതേപോലെ ബിൽസ് റിസീവബിളിൻ്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല, അതും കണ്ടുപിടിക്കേണ്ടി വരും. ബിൽസ് പേയബിളിൻ്റെയും ബിൽസ് പേയബിളിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇത് ബിൽസ് പേയബിൾ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ അതും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ ക്യാഷ് അക്കൗണ്ട് വരക്കണം വിത്ത് ബാങ്ക് കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? ബാങ്കിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സിൻ്റെത്. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് വരക്കണം, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. ഇതൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഐറ്റാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ട ഐറ്റാണ്. അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വർക്കിംഗ് നോട്ടിലേക്ക് പോവാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ മെത്തഡിലേക്ക്, നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് വരാം. ആദ്യം നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ ബാങ്കിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ഇത് 2 കോളം ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാം. ക്യാഷ് വിത്ത് ബാങ്കാണ്. ആ ബാലൻസ് ബ്രോഡ് ഡൗൺ ക്യാഷിൻ്റെ 70 ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പക്ഷേ ബാങ്കിൻ്റെ ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ്, അതുകൊണ്ട് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 500 രൂപ, അങ്ങനെ അത് നമ്മളവിടെ കാണിച്ചു. പിന്നെ ഇവിടെ റിസീപ്റ്റൊക്കെ ഇവിടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് റിസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞു 29,000, അത് നമ്മളിവിടെ കാണിച്ചു. പിന്നെ അതേപോലെ ബിൽസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ബിൽസ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തരുന്നുണ്ട്. അത് നമ്മൾക്ക് ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് കാണിക്കാം. നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ബിൽസ് റിസീവബിൾ എൻക്യാഷ്ഡ്, ബിൽസ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ അല്ല പറഞ്ഞത്, ബിൽസ് റിസീവബിൾ എൻക്യാഷ്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. എൻക്യാഷ്ഡ് പറഞ്ഞാൽ ബിൽസ് റിസീവബിൾ നമുക്ക് കിട്ടിയത്, അത് ഒരു 10,000 പറയുന്നുണ്ട്, അത് നമുക്ക് റിസീപ്റ്റാണ്, അവിടെ കാണിച്ചു. പിന്നെ ഇത് നേരത്തെ പറഞ്ഞു. പിന്നെ കൊടുക്കുന്നതൊക്കെ സാലറി കൊടുക്കുന്നുണ്ട്, വേജസ് കൊടുക്കുന്നുണ്ട്. ബിൽസ് പേയബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പേയ്മെൻറ്റിൽ സാലറി, വേജസ്, ബിൽസ് പേയബിൾ 14,300 അത് തന്നിട്ടുണ്ട്, അത് കാണിച്ചു. പിന്നെ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, അത് പേയ്മെൻറ്റിൽ വരും. ജനറൽ എക്സ്പെൻസ് ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, ക്യാഷ് ഇൻ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ 240 രൂപ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. പിന്നീട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബാലൻസ് വരും. ആ ഫിഗറിനെയാണ് ക്യാഷ് അറ്റ് ബാങ്കിലെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അത് 1250 രൂപയാണ് കിട്ടുന്നത്. ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഈ ക്യാഷും ഈ ബാങ്കും നമുക്ക് സെപ്പറേറ്റ് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാഷ് അക്കൗണ്ട് വരച്ചത്. ഫൈൻഡ് ഔട്ട് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക്. അപ്പോൾ ക്യാഷിൻ്റെ റിസീപ്റ്റ് എല്ലാം ഇവിടെ കാണിക്കുക, പേയ്മെൻ്റ് ഒക്കെ ഇവിടെ കാണിക്കുക. അതിൽ റിസീപ്റ്റ് കാണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരും, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഡെപ്റ്റേഴ്സാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ ബിൽസ് റിസീവൽ എൻകാഷ്ഡ് അതാണ് ഇവിടെ വരുന്നത്. പിന്നെ പേയ്മെൻറ്റിൽ തന്നിട്ടുള്ളത് സാലറി കൊടുത്തത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേജസിൻ്റെ തന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ കൊടുത്തത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്, അതൊക്കെ കൊടുത്തു. പിന്നെ ജനറൽ എക്സ്പെൻസ് ഇതൊക്കെ നമ്മൾ പിന്നീടാണ് തന്നത്. ജനറൽ എക്സ്പെൻസ് ഇതൊക്കെ നമ്മളെ എക്സ്പെൻസ് ആണ്. പിന്നെ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചു. ഈ ബാലൻസിങ് ആണ് നമ്മുടെ ബാങ്കിലെ ബാലൻസ്. അപ്പോൾ ബാങ്കിലെ ബാലൻസ് തുടങ്ങുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആയിരുന്നു ഉണ്ടായത്, പക്ഷേ പിന്നീട് അത് കറക്റ്റ് നമ്മുടെ പോസിറ്റീവ് ബാലൻസ് തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് വരക്കാനുള്ളത് ഇനി ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ 3900 തന്നു. പിന്നെ നമുക്ക് സെയിൽസ് പറയുന്നുണ്ട്, എല്ലാ സെയിൽസും ക്രെഡിറ്റാന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാം. പിന്നീട് ക്യാഷ്, എത്രയാണ് ക്യാഷ് കൊടുത്ത് കിട്ടിയ എൻക്യാഷ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ബിൽസ് റിസീവൽ എൻക്യാഷ്ഡ്, ഇതിൽ കാര്യങ്ങൾ ബിൽസ് റിസീവ്ഡ് ഡ്യൂരിങ് ദ ഇയർ ഇത് തന്നിട്ടുണ്ട്. പിന്നെ ക്യാഷ് കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്, ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷിൻ്റെ കാര്യം പറയുന്നുണ്ട്. ബിൽസ് റിസീവ്ഡ് ഡ്യൂരിങ് ദ ഇയർ നമ്മളിവിടെ കാണിച്ചു. അതുപോലെ തന്നെ ക്യാഷിൻ്റെ കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 29,000 ക്യാഷ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്വസ്റ്റ്യനിൽ റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. നേരത്തെ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ കാണിച്ചില്ലേ, ആ എമൗണ്ട് തന്നെയാണ് ഇവിടെ 29,000 വരുന്നത്. പിന്നെ ബിൽസ് റിസീവബിൾ വരുന്നത് ഡ്യൂരിങ് ദ ഇയർ ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ഇവിടെ വന്നു. പിന്നെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് അലൗഡ്. പിന്നെ ഈ പറയുന്ന ബാലൻസ് ക്യാരി ഡൗൺ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ക്യാരി ഡൗൺ കിട്ടും. ഓക്കെ, ഇതേപോലെ ബിൽസ് പേയബിളിൻ്റെയും നമ്മൾ ആദ്യം ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു. പിന്നെ പർച്ചേസ്, എല്ലാ പർച്ചേസും ക്രെഡിറ്റാന്ന് പറയുന്നത് അത് എഴുതി. പിന്നെ അതിന് ശേഷം ബിൽസ് പേയബിൾ ക്യാഷ് കൊടുത്തത് പറയുന്നുണ്ട്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് പറയുന്നുണ്ട്. ബിൽസ് പേയബിൾ അല്ല, ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്ത് പറയുന്നുണ്ട്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് 14,700 അത് കൊടുത്തു നമ്മൾ. പിന്നെ ബിൽസ് പേയബിൾ പറയുന്നുണ്ട്, ബിൽസ് പേയബിളിൻ്റെത് എമൗണ്ട് പറയുന്നുണ്ട്. ബിൽസ് പേയബിൾ ക്വസ്റ്റനിൽ പറയുന്നുണ്ട്, ബിൽസ് പേയബിൾ ഡ്യൂരിങ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ഡ്യൂരിങ് ദ ഇയർ എന്ന് പറയുന്നുണ്ട്, അത് 15,000 രൂപ അതും വന്നു. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, നമുക്ക് റിസീവ്ഡ് കിട്ടിയത് ഡിസ്കൗണ്ട് വന്നു. ബാലൻസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ബാലൻസ് കാണുക. അപ്പോൾ ഈ എമൗണ്ട് നിങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് ഇത് ക്യാഷ്, ഡെപ്റ്റേഴ്സ് തന്ന ക്യാഷ്, പിന്നെ ബിൽസ് റിസീവബിൾ ഉള്ളത് നമ്മൾ ഈ പറയുന്ന ഡ്യൂരിങ് ദ ഇയറിലുള്ള ബിൽസ് റിസീവബിൾ, പിന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത ക്യാഷ്, ഇത് പിന്നെ ബിൽസ് പേയബിൾ ഡ്യൂരിങ് ദ ഇയർ അങ്ങനെ കാണിക്കാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ആയി. ഇനി അതേപോലെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് വരക്കുന്നത് ക്ലോസിംഗ് ബാലൻസ് കാണാൻ. ഇതെല്ലാം ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ബാലൻസ് ബ്രോഡ് ഡൗൺ തന്നിട്ടുണ്ട്. ബിൽസ് റിസീവബിളിൻ്റെ ബാലൻസ് നമ്മുടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇപ്പോൾ തന്നിട്ടുണ്ട്. ബിൽസ് റിസീവബിളിൻ്റെ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ബിൽസ് റിസീവബിൾ 2,500 തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ക്യാഷ്, ബിൽസ് റിസീവബിളിൻ്റെ ക്യാഷ് പറയുന്നുണ്ട്, ബിൽസ് റിസീവബിളിൻ്റെ ക്യാഷ് പറയുന്നുണ്ട്. എൻകാഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ബിൽസ് റിസീവബിൾ എൻകാഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട് 10,000. പിന്നെ അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സിന് നമ്മൾ എത്രയാണ് ബിൽസ് റിസീവബിൾ ഡ്യൂരിങ് ദ ഇയർ, ഇത് ഇവിടെ തന്നിട്ടുള്ള ഈ എമൗണ്ടാണ് ബിൽസ് റിസീവബിൾ. ഇതാണ് നമ്മളിവിടെ ഡെപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്, ബിൽസ് റിസീവബിൾ ഡ്യൂരിങ് ദ ഇയർ. ഇത് കഴിഞ്ഞ് 3 ഐറ്റവും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസ് ആണ് അതിൻ്റെ ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബിൽസ് പേയബിളും ചെയ്യാം. ബാലൻസ് ബ്രോഡ് ഡൗൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ബിൽസ് പേയബിളിന് ക്യാഷ് ഡ്യൂരിങ് ദ ഇയർ, ബിൽസ് പേയബിളിന് ഡ്യൂരിങ് ദി ഇയർ തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളിവിടെ കാണിച്ച 15,000 രൂപ. ഈ ബിൽസ് പേയബിൾ ഈ 15,000 രൂപയാണ് ഇവിടെ വരുന്നത്. ബിൽസ് പേയബിൾ ഡ്യൂരിങ് ദി ഇയർ 15,000 തന്നിട്ടുണ്ട്, അത് നമുക്കിവിടെ കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് മറ്റൊരു കാര്യം വരുന്നത് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ബിൽസ് പേയബിൾ ക്യാഷ് ബിൽസ് പേ ചെയ്ത് 14,300 അതും ഇവിടെ കാണിക്കാം. പിന്നെ ബാലൻസ് വരുന്നതാണ് ഈ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ
അക്കൗണ്ടിലേക്ക് വരാം. നമ്മൾ ആദ്യം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൽ ഇൻഫോർമേഷനെല്ലാം തന്നിട്ടുണ്ട്. നേരത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് നേരത്തെ തന്നു, അത് കാണിച്ചു. പർച്ചേസ് കാണിച്ചു, വേജസ് കാണിച്ചു, ഇവിടെ സെയിൽസ് കാണിച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് കാണിച്ചു. ബാക്കി ഗ്രോസ് പ്രോഫിറ്റ്, അത് നിങ്ങൾക്കറിയാം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി, ബ്രോ ഡൗൺ ചെയ്തു. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ആയതുകൊണ്ട് ഇവിടെ കാണിച്ചു. ഡിസ്കൗണ്ട് അലൗഡ് ഇപ്പോഴേ കാണിക്കും. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡ് ഇവിടെ കാണിച്ചു, ഡിസ്കൗണ്ട് അലൗഡ്. പിന്നെ സാലറി കൊടുത്തത്, ജനറൽ എക്സ്പെൻസ്, ഡിസ്കൗണ്ട്, ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. ആദ്യത്തേതിൻ്റെ 5% ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റിൻ്റെ ആ എമൗണ്ടിൻ്റെ 5%, ബിൽഡിങ്ങിൻ്റെ ഈ പറഞ്ഞ 2.5%, 170 രണ്ടും കൂട്ടിയിട്ടാണ് ഇവിടെ എഴുതുക. പിന്നെ പ്രൊവിഷൻ പറയുന്നുണ്ട്, ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ പറയുന്നുണ്ട്. എത്ര ശതമാനം? 5% ആണെന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ 5% നമ്മളിവിടെ കാണുക. ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്കറിയാം, അതിൻ്റെ 5% നമുക്ക്, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ 5%. ഡെപ്റ്റേഴ്സ് എത്രയാണ് പറഞ്ഞത് നമ്മൾ അവിടെ പറയുന്നുണ്ട്. ആ ഡെപ്റ്റേഴ്സിൻ്റെ 5% നമുക്ക് തരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്, ഈ 225 രൂപയാണ് കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ്, അതിൽ നിന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റും ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, പിന്നെ ബിൽസ്, നമ്മുടെ ഇത് ഡെപ്റ്റേഴ്സിൻ്റെത് കാണുമ്പോൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലല്ല കാണുന്നത്, ക്ലോസിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് കാണേണ്ടത്. ക്ലോസിംഗ് നേരത്തെ ക്വസ്റ്റിനിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിൽ കാണാൻ കാരണം നമുക്കവിടെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസ് ഡെപ്റ്റേഴ്സിൻ്റെ എത്രയാണ് വാല്യൂ ഉള്ളത് അതിൻ്റെ മുകളിലാണ് പറയുന്നത്. ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സ് അറ്റ് ദ എൻഡ് എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റിനിൽ കൃത്യമായിട്ട്. ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സ് അറ്റ് ദ എൻഡ് അറ്റ് 5% എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസിൻ്റെ 5% കണ്ടുപിടിച്ച് അതാണ് നമ്മൾ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് സാധാരണ രീതിയിൽ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ ബാലൻസ് കണ്ടു. ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ ബാലൻസ് കിട്ടി നമ്മൾക്ക്. ബിൽസ് റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്, അതിൻ്റെ പ്രൊവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട്. സ്റ്റോക്ക് നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്, അത് തന്നു. പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട്, ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ബാലൻസ് ചെയ്യുക. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യനിലുണ്ട്. ബിൽസ് പേയബിൾ നമ്മൾ കൊടുത്തത്, ബിൽസ് പേയബിളിൻ്റെ പിന്നെ ക്ലോസിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിച്ചതാണ്, അത് കാണിച്ചു. ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, ക്യാപിറ്റലിൻ്റെ ബിഗിനിങ് തന്നിട്ടുണ്ട്. ആ ബിഗിനിങ്ങിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ക്യാപിറ്റൽ ബിഗിനിങ് തന്നിട്ടുണ്ട്, ആ ബിഗിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നമ്മുടെ ഈ പറയുന്ന ഈ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അതിൽ നിന്ന് ഡ്രോയിങ്സ് ഉണ്ട് നമുക്ക്, അത് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ തരത്തിലുള്ള ക്യാപിറ്റലിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞ്. പിന്നീട് ബാലൻസ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ആവും. ഈ രീതിയിലാണ് ബാലൻസ് ഷീറ്റും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എനിക്ക്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഒന്ന് ബാലൻസ് ഷീറ്റ് ഒന്ന് പെട്ടെന്ന് നോക്കുക, എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നുന്ന ഒരു കാര്യം, ഈ ക്യാപിറ്റലിൻ്റെ ബാലൻസ് ബിഗിനിങ് ആണ്. ഇത് നമുക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈ ക്വസ്റ്റ്യനിൽ വരച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വരക്കാം. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ചാൽ ഈ ഓപ്പണിംഗ് ബാലൻസ് ക്യാപിറ്റലിൻ്റെ കിട്ടുക, അതിൽ തന്നിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ പാരഗ്രാഫും രണ്ടാമത്തെ പാരഗ്രാഫ്, ആദ്യത്തെ പാരഗ്രാഫ് അസറ്റും രണ്ടാമത്തെ പാരഗ്രാഫ് ലാബിലിറ്റിയാണ് തന്നത്. അതിൽ നിന്ന് അസറ്റ് എല്ലാം കൂട്ടി ലാബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗറാണ് ഇത്, ഈ ക്യാപിറ്റൽ. അത് വേണമെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ വരച്ചിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ വരക്കുക. ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ച് അസറ്റ് ഒരു സൈഡും ലാബിലിറ്റി ഒരു സൈഡും പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ എമൗണ്ട് കിട്ടും. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റും ഡ്രോയിങ്സ് കുറച്ചും ചെയ്താൽ കിട്ടുന്നതാണ്. ഇത്തരത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഞാൻ തന്ന പ്രോബ്ലത്തിലെ 3 പ്രോബ്ലത്തിൻ്റെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയക്കാവുന്നതുമാണ്. നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഇതോടുകൂടി നമ്മുടെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ സ്വയം ചെയ്യുക, എന്നിട്ട് അതിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.